ഇതാണ് ഇന്റർസിറ്റി സ്മാർട്ട് ബസ്. ഇവിടെ ബസ് വന്നിട്ടുണ്ട്. അത് വേറൊരു ഭാഗത്ത് പോവാണ്. ഇതാണ് ഞങ്ങളുടെ ബസ്, സ്മാർട്ട് സിറ്റി ബസ്. അപ്പോൾ ലഗേജും കാര്യങ്ങളൊക്കെ വെക്കുകയാണ്. ചാർജ് ചെയ്തിട്ടുണ്ട് മൊബൈൽ. ഞങ്ങൾ ബസ്സിൽ കയറിയിട്ടുണ്ട്. ഇത് സെമി സ്ലീപ്പറാണ്, സൂപ്പർ ബസ്. ബസ് ഒരു അരമണിക്കൂർ ലേറ്റായി, പക്ഷെ ഞങ്ങൾ നേരത്തെ വന്നു. സൂപ്പർ ബസ്. കിടന്നുറങ്ങാം. കിടന്നൊക്കെ ഞങ്ങള് ഡൽഹിയിൽ നിന്ന് കയറി മണാലിക്ക്. 10 മണിക്കൂറെന്തോ ഉണ്ട് യാത്ര. അപ്പോൾ നാളെ കാലത്ത് സൂപ്പർ ടേസ്റ്റ്. പിക്കിൾ മസാല. എന്താ സുഖം. ഒരു പെപ്സിൻ്റെ ഒരു കുറവുണ്ടോ. വണ്ടി ഫുള്ള് ട്രാഫിക്കിൽ ഞാൻ നിൽക്കാം. ഇവിടെ ഫുള്ള് ഇവിടെ നിന്ന് കിട്ടണം. ഫുൾ ഡൽഹിയിൽ നിന്ന്. ഞങ്ങൾ ജ്യൂസ് ട്രോപ്പിക്കാനൻ്റെ ജ്യൂസ്. ഇത് മിനിറ്റ് മെയ്ഡ് ഉണ്ട്, പിന്നെ ചിപ്സൊക്കെ ഉണ്ട് വേറെ. അതൊക്കെ കഴിക്കണം. കുറച്ച് കഴിഞ്ഞാൽ 2 മണിക്കൂർ കഴിയുമ്പോൾ ഇറക്കും ഓരോ ഫുഡ് കഴിക്കാൻ. പിന്നെ വാഷ്റൂമിലൊക്കെ പോകണം. അങ്ങനെ ഫുഡ് കഴിക്കാൻ ബസ് നിർത്തിയിട്ടു. ഇതാണ് രംഗോളി ഹോട്ടൽ. പിന്നെ വാഷ്റൂം ഉണ്ട്, അവിടെയും പോവാം. എന്താ കഴിക്കാ? ഇവിടെ എത്തിയപ്പോ കുറച്ച് തണുപ്പ് തുടങ്ങിയിട്ടുണ്ട്. നല്ല കട്ടിയുള്ള ജാക്കറ്റൊക്കെ ഇട്ടോ. ഇപ്പൊ തന്നെ നല്ല വൃത്തിയുണ്ട് ഹോട്ടല്. കഴിച്ചൊരു പനീർ മസാല ദോശ പറഞ്ഞു. ഇവിടുത്തെ ഞാനൊരു ഇഡ്ഡലി പറയാന്ന് ചോദിച്ചു. പിന്നെ മല്ലിയില, പിന്നെ പാവ് ബജി, അതിലും മല്ലിയില. ഞാൻ വെജിറ്റബിൾ നൂഡിൽസ്, എഗ് നൂഡിൽസ് പറഞ്ഞു. ഇത് പക്കാ മറ്റേ ഇതിലെ ഹിന്ദിക്കാരെ ഏരിയ. പൈസയുടെ പനീർ മസാല ദോശ വന്നിട്ടുണ്ട്. ആദ്യമായിട്ടല്ലേ പനീർ മസാല ദോശ കഴിക്കണേ? പനീർ മിക്സ് അല്ലേ? ടേസ്റ്റ് ഉണ്ടാവും. കഴിച്ചു കഴിച്ചു. കുഴപ്പമില്ല. വലിയ ടേസ്റ്റ് ഇല്ല അല്ലേ? നമ്മുടെ നാട്ടിലത്തെ ദോശന്റെ ടേസ്റ്റ് ഒന്നുമില്ല. നൂഡിൽസ് ഒക്കെയാണ്. പൈസയുടെ ചായ. നൂഡിൽസ് ഒരു നോർമൽ ടേസ്റ്റ്. ഞാൻ ഫോർക്ക് കഴിക്കുന്നത് രാവിലെ 7 മണിയായപ്പോൾ ഈ ഒരു സ്ഥലത്തെത്തി. ഒരു 3 മണിക്കൂർ കൂടി ഉണ്ട് നമുക്ക് നിൽക്കുന്ന സ്ഥലത്തൊക്കെ എത്താൻ. ഇവിടെ തണുപ്പുണ്ട്. 8 ഡിഗ്രിയാണ്. നമ്മൾ പോകുന്നിടത്ത് -ആണ്. ഇപ്പം തന്നെ തണുത്ത് ഒരു വിധമായി. ഇപ്പം ഏതോ ഒരു ഭാഗത്ത് വന്ന് നിർത്തിയിട്ടുണ്ട്. കുറച്ച് ദൂരം കൂടി ഉണ്ട് നമുക്ക്. ഇപ്പം മഞ്ഞ് കണ്ടിട്ടില്ല. കുറച്ച് തണുപ്പിങ്ങനെ ആയിട്ടുണ്ട്.
ചെയ്യുക, ഇവിടെ ഞങ്ങളെ പിക്ക് ചെയ്യാൻ വരും. ഇതൊക്കെ കുറേ ഡ്രൈവറാണ്. നമുക്ക് റൂം ബുക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ടാക്സിക്കൊക്കെ ആൾക്കാരെ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങൾ ഓൾറെഡി റൂമും ഒക്കെ ബുക്കിംഗ് ആണ്, പാക്കേജിൽ വന്നുകൊണ്ട് ഞങ്ങളിതാ അങ്ങനെ മണാലി എത്തിയിട്ടുണ്ട്. ദൂരത്ത് കണ്ട മണാലി ക്യാബ് റിസോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് ഞങ്ങളുടെ റിസോർട്ട്, ഹോട്ടൽ റോക്ക്ലാൻഡ് ഇൻ. കണ്ട മഞ്ഞ്. ഇപ്പം തണുപ്പുണ്ട്, എന്നാലും ഓവറായിട്ട് അങ്ങ് വലിയ പ്രശ്നമില്ല. കുറച്ചും കൂടി അങ്ങോട്ടേക്ക് എത്തണം. ഇതാണ് ഹോട്ടലിൻ്റെ ഇൻറ്റീരിയർ. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു. കടലിട്ടിട്ട് ഒരു പുലാവ് ടൈപ്പാണത്. ഫുഡ്, കോഫി, പിക്കിളുണ്ട്, കേടുണ്ട്, പുലാവ്, പൊറോട്ട, സാൻഡ്വിച്ച്. ഞങ്ങളെ മണാലിയിലെ ബ്രേക്ക്ഫാസ്റ്റ്. വാവ്, ഈ സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടില്ല. ചോറല്ല, ഇത് പുലാവ് ടൈപ്പാ. പക്ഷെ ഇതിന് കണ്ട മല്ലിയിലടക്ക്, അതിൻ്റെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ആയിക്കോട്ടെ. റൂം കിട്ടിയില്ലല്ലോ. ഞാൻ ഇപ്പം അല്ല ചോദിക്കണം. അപ്പൊ കോട്ട് നാളെ ഇടാട്ടാ. ഇന്ന് അവിടേക്കല്ല പോണേ. ഇന്ന് മറ്റേ ഫോട്ടോസൊക്കെ അല്ലേ ചെവിയിൽ തൂക്കട മറ്റേതൊക്കെ ഇട്ടിട്ടുള്ള അത്, മാർക്കറ്റ് അങ്ങനെയൊക്കെ ഇന്ന് പോണേ. അങ്ങനെ എന്താ പുലാവ് ടൈപ്പ് ചെയ്ത് സമയത്ത് കൊറേയാ. ഇപ്പൊ എന്തായി ടൈം? 10 10:30. 2 മണിക്കൂറുണ്ട്. കുളിക്കാൻ റെഡിയാവുക, ഫ്രഷ് ആവുക. റൂം നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് ഇത്രക്ക് സൗകര്യം കിട്ടൂല. ആൾക്കാരെ ഓട്ടോന്റെ പൈസ വെച്ച്, റേറ്റ് വെച്ച്, ലൊക്കേഷൻ നോക്കി റൂം തപ്പി വന്ന് കഴിഞ്ഞ പൊറോട്ട എനിക്ക് ഇത് തിന്നാൻ നടക്കണില്ല. കൊറേ നോക്കി, വല്യ മാറ്റി മാറ്റി തിന്നാൻ പറ്റണില്ല. എനിക്ക് വേണ്ട തൈര് വെക്കും. ഇതിനല്ല, ഒരു തൈര് അച്ചാർ മിക്സ് നല്ല ടേസ്റ്റ്. ഇതിലുണ്ട് കുറച്ച് തട്ടെ, നല്ല ടേസ്റ്റ്. കോഫി ചൂട് പോയാ സൂപ്പർ. അവിടെ കണ്ടാന്നല്ല ദൂരത്ത് മഞ്ഞുമല. ഞങ്ങളെ റൂമിലേക്ക് ഇത് ഞങ്ങളുടെ ഹോട്ടൽ റൂം. ഇവിടെ കബേർഡ് ഉണ്ട്, ഈ സൈഡിലായിട്ട് വാഷ്റൂം, നല്ല നീറ്റുണ്ട്. പിന്നെ ഇവിടെ TV യൂണിറ്റ്, മിറർ, ഷെൽഫ്, സോഫ, ബെഡ്. ഇനി നമ്മളെ വിൻഡോ ആ സൈഡിലായിട്ട്, 2 സൈഡിൽ വിൻഡോ ഉണ്ടല്ലോ വൈസി. നമ്മളെ
ഇവിടെ ഓ സൂപ്പർ വാവ്. ഇവിടെ മറ്റേ സിറ്റ് ടൗൺ വ്യൂ അല്ലേ. ഓ പൊളി പൊളി. ഇതും തുറക്ക്. സൂപ്പർ വ്യൂ അല്ലേ നമ്മളെ റൂമിന്ന്. അടിപൊളി വ്യൂ. വാവ്. നമ്മൾക്ക് ബാൽക്കണി ഉണ്ട്. ഇനി ബാൽക്കണി ബാൽക്കണി ആ ഓ ബാൽക്കണിയിലേക്ക് നോക്കാം. തടുത്തിട്ട് ഫുള്ള് വ്യൂടെ. എവിടെ നമുക്ക് ഇവിടെ ഇങ്ങനെ ഇരിക്കാം. ആ മഞ്ഞ് വീണെടുക്കണം അവിടൊക്കെ.